പ്രതികൾ ചൂണ്ടിക്കാട്ടിയ സ്ഥലത്താണ് പരിശോധന നടത്തിയത് എന്ന് ഡിസിപി അരുൺ കെ പവിത്രൻ പറഞ്ഞു. കണ്ടെത്തിയ ശരീരഭാഗങ്ങൾ ശാസ്ത്രീയ പരിശോധന നടത്തുമെന്നും പോലീസ് വ്യക്തമാക്കി. ഇപ്പം 2019 നടന്നൊരു സംഭവമാണ്. അപ്പം അവർ തുടക്കത്തിൽ കാണിച്ചു തന്ന സ്പോട്ട് അവിടെ നിന്ന് ഏറിപ്പോയാലൊരു 2-3 മീറ്റർ, അത് സ്വാഭാവികമായിട്ടും ഇത്രയും വർഷം കഴിയുന്ന സമയത്ത് ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് സാധ്യമാകുന്നതാണ്. അതുപോലെ തന്നെ അവർ പറഞ്ഞ രീതിയിൽ ആ ബോഡിയുടെ മുകളിൽ അവർ കല്ല് കെട്ടി താഴ്ത്തിയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ഒരു കണ്ടീഷനിലൊക്കെ തന്നെയായിട്ട് കിട്ടിയതായിട്ട് തന്നെയാണ് നമ്മുടെ സെർച്ച് ടീമും പറഞ്ഞിട്ടുള്ളത്. അപ്പം ആ സ്ഥലത്ത് തന്നെയാണ് അവർ തന്ന മൊഴിക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമുക്കിവിടെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചത്. ഇനി നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തേണ്ടതുണ്ട്. അതിനുശേഷം ഇതിൻ്റെ DNA എക്സാമിനേഷന് വേണ്ടി ഫോറൻസിക് ലാബിലേക്ക് അയക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമാണ് നമുക്കിത് വിജിലിൻ്റേതാണ് എന്ന് കൺഫേം ചെയ്ത് പറയാൻ പറ്റുന്നുള്ളൂ. മിഥില ബാലൻ വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. മിഥില, ഇതിപ്പോൾ ഈ പ്രതികൾ നൽകിയ മൊഴിയും ഈ ഇപ്പോഴത്തെ തെരച്ചിലിലെ കണ്ടെത്തലും സാധൂകരിക്കുന്നതാണ്. ശാസ്ത്രീയ പരിശോധന നടത്തി ഉറപ്പിക്കുക എന്നത് മാത്രമാണല്ലോ ഇനി ബാക്കിയുള്ളതല്ലേ? തീർച്ചയായും വിജയകുമാർ, അതുതന്നെയാണ് ഈ പോലീസിന്റെ മുന്നിലുള്ള ഒരു വഴി എന്നത്. കാരണം പ്രതികൾ മൊഴി നൽകിയ ആ സ്ഥലത്ത്, അതായത് നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണാം, ഈ ഒരു സ്ഥലത്ത് വെച്ചാണ്, ആ സ്പോട്ടിലാണ്, വിജിലിനെ കല്ലുകെട്ടി താഴ്ത്തി എന്ന് പറയുന്ന ചതുപ്പിലെ ആ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ആ സ്ഥലത്ത് ഇപ്പോഴും പരിശോധന നടക്കുന്നുണ്ട്. കാരണം കണ്ടെത്താനുണ്ട്. ബാക്കി ശരീരഭാഗങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. 53ഓളം അസ്ഥികൾ നിലവിൽ ലഭിച്ചിട്ടുണ്ട്. 2019 നേരത്തെ DCP പറഞ്ഞതുപോലെ 2019 വെറും മിസ്സിംഗ് കേസായി അന്വേഷണം ആരംഭിച്ചു. പിന്നീട് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ഇത്തരത്തിലുള്ള മിസ്സിംഗ് കേസുകളിൽ നടത്തിയ ഒരു അന്വേഷണമാണ് ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന ഈ വിജിലിൻ്റെ അവശിഷ്ടങ്ങളാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ആ ഒരു അന്വേഷണത്തിലേക്ക് എത്തി. ഇപ്പോൾ വിജിലിൻ്റേതെന്ന് കരുതുന്ന ഈ ശരീരഭാഗങ്ങൾ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് നേരത്തെ DCP പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ ശാസ്ത്രീയ പരിശോധനയാണ് ഇതിൽ നടക്കേണ്ടത്. ഇത് വിജിലിൻ്റെ ശരീരഭാഗം തന്നെയാണോ എന്നത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. പക്ഷേ പ്രതികൾ നൽകിയ മൊഴി പ്രകാരം, പ്രതികൾ പറഞ്ഞതിന് അനുസരിച്ച്, പ്രതികളുടെ മൊഴി അനുസരിച്ച് തന്നെയുള്ള പരിശോധനയിലാണ് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു ദിവസം ഈ അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ ദിവസമായിരുന്നു. അവർ ഇത്ര ദിവസം കഴിഞ്ഞ 8 ദിവസമായി ഈ ചതുപ്പിൽ വലിയ രീതിയിലുള്ള ഒരു പ്രയത്നം. കാരണം ചതുപ്പ് എന്ന് പറയുമ്പോൾ തന്നെ വലിയ രീതിയിൽ വെള്ളക്കെട്ടുണ്ട്. മോട്ടറുകൾ കൊണ്ടുവന്ന് ആദ്യഘട്ടത്തിൽ 3 ദിവസം പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി അന്ന് നടത്തിയ പരിശോധനയിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് വീണ്ടും 5 ദിവസം കസ്റ്റഡിയിൽ വാങ്ങി. ആ 5 ദിവസത്തെ അവസാനത്തെ ദിവസമാണ് ഇന്ന്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ ഇപ്പോഴും ഇവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിജിലിൻ്റെ തലയോട്ടി കൂടി ഇനി കണ്ടെത്താനുണ്ട്. ആ തലയോട്ടി കണ്ടെത്താൻ കഴിയുമോ എന്ന ഒരു അന്വേഷണം നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. എത്രത്തോളം താഴ്ചയുള്ള സ്ഥലത്ത് ചതുപ്പിലാണ് ഈ ഒരു തിരച്ചിൽ സംഘം ഇത്തരത്തിൽ ഒരു പരിശോധന തിരച്ചിൽ നടത്തുന്നത് എന്ന് നമുക്ക് കണ്ടാൽ തന്നെ അത് എത്രത്തോളം ദുഷ്കരമാണ് എന്ന് മനസ്സിലാകും. എന്തുതന്നെയായാലും അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം വെറും മിസ്സിംഗ് കേസായി 2019 കണ്ടെത്തിയ ഒരു കേസ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, DCP പറഞ്ഞതുപോലെ, ഒരു ആളുടെ മരണത്തിലേക്ക് അല്ലെങ്കിൽ കൊലപാതകത്തിലേക്ക്, നരഹത്യാ കേസിലേക്ക് എത്തി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്നും പറയാൻ പറ്റുന്നത്, കാണാൻ പറ്റുന്നത്. അത്രത്തോളം നമുക്ക് ഈ ദൃശ്യം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നത് ഈ ഒരു അന്വേഷണ സംഘം അല്ലെങ്കിൽ തിരച്ചിൽ സംഘം നടത്തുന്ന വളരെ ദുഷ്കരമായ ഒരു പ്രയത്നമുണ്ട്. കഴിഞ്ഞ 7-8 ദിവസമായി അവർ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് കല്ലുകളാണ്. ഈ കല്ലുകൾ വെച്ചിട്ടാണ്, പ്രതികളുടെ മൊഴി പ്രകാരമാണെങ്കിൽ കല്ലുകൾ കെട്ടി ഈ മൃതദേഹം ചതുപ്പിൽ താഴ്ത്തിയെന്നാണ് പ്രതികൾ മൊഴി നൽകിയത്. ആ ഒരു സ്ഥലത്ത് ഈ കല്ലുകൾക്ക് സമീപം അല്ലെങ്കിൽ കല്ലുകൾക്ക് അടിയിൽ നിന്ന് തന്നെയാണ് ഈ മൃതദേഹങ്ങൾ, നേരത്തെ DCP പറഞ്ഞതുപോലെ, പ്രതികൾ എന്താണോ മൊഴി നൽകിയത് അതിന് ശരിവെക്കുന്ന തരത്തിലുള്ള കണ്ടെത്തലുകളും എല്ലാം തന്നെയാണ് ഇപ്പോൾ ഇവിടെ തെരച്ചിൽ നടത്തിയപ്പോൾ ലഭിച്ചിട്ടുള്ളത്. വിജയകുമാർ. വളരെ ശ്രമകരമായ ദൗത്യമായിരുന്നു കഴിഞ്ഞ 6-7 ദിവസം അന്വേഷണ സംഘം നടത്തിയത്. അതിനൊടുവിലാണ് സുപ്രധാന വിവരങ്ങൾ, തെളിവുകൾ, മൊഴി സാധൂകരിക്കുന്ന വിവരങ്ങൾ സരോവരം പാർക്കിലെ ചതുപ്പിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ ശാസ്ത്രീയ പരിശോധനയാണ് ഇനി ബാക്കിയുള്ളത്. മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.